അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാൻ ദേ ഇവിടെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉപ്പുമാവും കടലക്കറി, വെള്ളക്കടലയുടെ കറിയും ഒരു പഴം എടുത്തിട്ടുണ്ട്, ചെറുപഴം. ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ട്. ഇന്ന് പാല് ഫ്രീസറിലായിരുന്നു, അപ്പോൾ എനിക്കത് രാവിലെ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ പാൽ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് കരുതി കുറച്ച് നാളായി ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട്, കുപ്പി 2-3 അങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്നാണ് പെട്ടെന്ന് ഒരു പെയിൻറ്റ് ചെയ്യാനായിട്ടൊരു മുട്ടൽ. എന്നാൽ പിന്നെ അതങ്ങോട്ട് നടത്തി കളയാമെന്ന് കരുതി രാവിലെ തന്നെ. ഒരു മൂടുള്ളപ്പോഴേ ഇതൊക്കെ ചെയ്താൽ ശരിയാവുള്ളൂ. അതിൻ്റെ ഒപ്പം കുറച്ച് കണ്ടെയ്നറും കൂടെ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യട്ടോ, കാണിച്ചു തരാം. അപ്പം ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് എല്ലാത്തിനും അടിക്കുന്നത്. ബ്ലാക്ക് നമ്മൾ ബേസായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഈ പ്രിൻ്റുള്ള ബോട്ടിലുകൾക്കാണെങ്കിലും കണ്ടെയ്നറുകൾക്കാണെങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും കളർ കൊടുത്തു കഴിയുമ്പം ഡബിൾ കോട്ട് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രിൻ്റ് ഇങ്ങനെ തെളിഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാത്തിനും ബ്ലാക്ക് ആണ് അടിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. കുപ്പി ഇതേ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. നല്ല ഉണങ്ങിയിട്ടില്ല, നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, എങ്കിലും കയ്യിലാവുന്നില്ല. അപ്പം ഞാൻ ദേ അടുത്ത വർക്ക് തുടങ്ങി. ചെറിയൊരു ഹാഫ് സർക്കിൾ പോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ബഡ്സ് വെച്ചിട്ട്. സ്ഥിരമായിട്ട് ഈ വക പരിപാടികളൊന്നും ചെയ്യാറില്ലെങ്കിലും നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കഴിവുകളൊക്കെ ഇങ്ങനെ മുരടിപ്പിച്ച് കളയാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊടിതട്ടി എടുക്കണം. ആരെയും ബോധിപ്പിക്കേണ്ട, ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. പക്ഷേ നമ്മുടെ ഇഷ്ടം, നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആരെങ്കിലും നല്ലതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു എക്സ്ട്രാ ബോണസായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരാകുമ്പം എന്നും കഞ്ഞിയും കറിയും വെച്ച് ഭർത്താവിനെ നോക്കി, മക്കളെ നോക്കി, വീട്ടിൽ അടിച്ചു തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മാത്രം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് എന്ത് സന്തോഷവും സുഖമാണുള്ളത്. നമുക്ക് നമ്മളെ തന്നെ ബോറടിക്കാതിരിക്കാൻ ഇതൊക്കെ നല്ല വഴിയാണെന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നേ, ഫലം കാണും, ഉറപ്പ്.